മുംബൈയുടെ തോന്നിവാസം പോലെയൊക്കെ ആയിരുന്നു ബഡ്ജറ്റ്. പക്ഷേ ഇപ്രാവശ്യം അത് നടക്കത്തില്ല. ഏറ്റവും കൂടുതൽ കാശ് അവർ പിടിക്കുന്ന മിഡിൽ ആവറേജ് നിൽക്കുന്ന ആൾക്കാരെയാണ്. ഒരു പ്രതീക്ഷയില്ല. മികച്ച തൊഴിലവസരം കൊടുക്കാനും എന്തെങ്കിലും പുതിയ പദ്ധതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാൽ വളരെ അനുയോജ്യമായിരിക്കും. മോദി സർക്കാർ വന്ന കുറയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റ് ജൂലൈ 23-ന് നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കും. രാജ്യത്തെ 5 വർഷത്തെ സമ്പദ് വ്യവസ്ഥ ഏത് രീതിയിലേക്ക് നീങ്ങുമെന്നതിന്റെ സൂചന നൽകുന്ന ബജറ്റാണിത്. കേന്ദ്ര ബജറ്റിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. മൊത്തത്തില് ഒരു ജീവിത ചെലവ് കൂടുതൽ. ഞാനിതിനെ പറ്റി അഭിപ്രായം പറയണോ? പൊതുവെ ഈ ഭരണം എനിക്കിഷ്ടമല്ല. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ. ബജറ്റ് അല്ലേ, ഒന്നുമില്ല പ്രതീക്ഷ. കേരളത്തിൽ പൊതുവെ ഒരു അവഗണന പോലെയാണ് കാണാറ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഞാൻ ഇല്ല. പെട്രോൾ പ്രൈസ് കുറയ്ക്കണം, അതാണ് ആദ്യം. പെട്രോൾ പ്രൈസ് കുറച്ചെങ്കിൽ പിന്നെ എല്ലാ അത്യാവശ്യ പൊരുളിൻ്റെ ഫുൾ എക്സ്പെൻസസ് കുറച്ച് വരില്ല. 50 രൂപ പെട്രോൾ ആക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 100-ന്റെ മേളിലായിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് പെട്രോളിൻ്റെ വിലയാണ് കുറയ്ക്കേണ്ടത്. പെട്രോളിൻ്റെ വില കുറയ്ക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലാത്തിൻ്റെയും വില ഓട്ടോമാറ്റിക്കായിട്ട്. NDA സർക്കാരിൽ പ്രതീക്ഷിക്കുന്നത് നല്ല ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇപ്പോഴും തന്നെ നല്ല ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. നല്ല പ്രതീക്ഷയാണ്, എനിക്ക് നല്ല പ്രതീക്ഷയാണ്. ഇനിയിപ്പോൾ 5 വർഷം മോദി ഗവൺമെൻറ് തന്നെയാണ്. മോദിയുടെ ലീഡർഷിപ്പിൽ വരുന്നെങ്കിൽ നല്ലൊരു ഡെവലപ്മെൻറ്റാണ് ഞാൻ ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രതീക്ഷയില്ല. എങ്ങനെയാണോ അതുപോലെ തന്നെ തുടങ്ങി. മുമ്പ് അവതരിപ്പിച്ച പോലെ ബഡ്ജറ്റൊന്നും ഇനി അവതരിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം മുംബൈയുടെ തോന്നിവാസം പോലെയൊക്കെ ആയിരുന്നു ബഡ്ജറ്റ്. പക്ഷേ ഇപ്രാവശ്യം അത് നടക്കത്തില്ല. പ്രതിപക്ഷം ശരിയായിട്ട് എതിർക്കും. നിത്യോപയോഗ സാധനം വില കുറയണം. പെട്രോളിന് വില കുറഞ്ഞാലേ നിത്യോപയോഗ സാധനങ്ങൾ വില കുറയത്തുള്ളൂ. പിന്നെ ഈ ട്രാവലിംഗ് ചാർജൊക്കെ, പെട്രോളിന് വില കുറഞ്ഞാൽ ട്രാവലിംഗ് ചാർജൊക്കെ കുറയുമ്പോഴത്തേക്ക് നിത്യോപയോഗ സാധനത്തിന് വില കുറയും. പൊതുവെ ഈ ഭരണം എനിക്കിഷ്ടമല്ല. ഞാൻ ഇത് എന്താണ് നമ്മുടെ ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല. എനിക്ക് അവർ ചെയ്യുന്ന ഒരു നിയമങ്ങളോടും എനിക്കൊരു താല്പര്യമില്ലാത്തതാണ്. നമുക്ക് ഇൻകം കുറവാണ്, പക്ഷെ അതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ മാസവും പോകുന്നുണ്ട്. ബാങ്കിൽ നിന്ന് തന്നെ നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്, ടാക്സ് മാത്രമായിട്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു ഇൻകം ടാക്സ് പെയറാണ്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇൻകം ടാക്സിന് ലിമിറ്റ് ഇതുവരെയും കൂട്ടിയിട്ടില്ല. ഇപ്പോൾ ന്യൂ പിന്നെ ടാക്സ് റെജീം അനുസരിച്ചിട്ട് 7 ലക്ഷം വരെയാണ്. ഒരു സാധാരണക്കാരന് 7 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ട്. എന്നുവെച്ചാൽ ഒരു ലോവർ മിഡിൽ ക്ലാസ്സിന് പോലും 7 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഗവൺമെൻറ് ആ ഇൻകം ടാക്സ് ലിമിറ്റ് ഒന്ന് കൂട്ടിയാൽ നന്നായിരിക്കും. കാരണം ഇൻഫ്ലേഷനൊക്കെ കൊണ്ട് അന്നത്തെ 7 ലക്ഷം, 5 വർഷം മുമ്പിലത്തെ 7 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് 3.5 ലക്ഷത്തിന് വാല്യൂ പോലും ഇല്ല. ആ അവസ്ഥയിൽ ഇനിയെങ്കിലും ഇൻകം ടാക്സ് ലിമിറ്റ് ഒന്ന് കൂട്ടണം. അത് സാധാരണക്കാരനായ എംപ്ലോയീസിനും പെൻഷനേഴ്സിനും ഒക്കെ തന്നെ അത് ഉപകരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഡ്ജറ്റിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാവണം. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. കൂടുതലായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അതെങ്ങനെ സാമ്പത്തിക മേഖലയെ ബാധിക്കുന്നു, അതിവിടുത്തെ പുതിയ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കൃത്യമായുള്ള ഒരു തൊഴിലവസരങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ. യുവാക്കളുടെ ഒരുപാട് പ്രശ്നമുണ്ട്. യുവാക്കൾ നാട് വിട്ടു പോകുന്നു. അപ്പോൾ അതിനെതിരെ യുവാക്കളെ തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുവരാനും ഇപ്പോഴുള്ള യുവാക്കൾക്ക് മികച്ച തൊഴിലവസരം കൊടുക്കാനും എന്തെങ്കിലും പുതിയ പദ്ധതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാൽ വളരെ അനുയോജ്യമായിരിക്കും. അടുത്ത പ്രതീക്ഷയെന്ന് ഇപ്പം പുതുതായിട്ട് MP ആയിട്ട് സുരേഷ് ഗോപി സാർ ജയിച്ചു പോയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും നല്ല പദ്ധതികൾ കൊണ്ടുവരുമെന്നുള്ളൊരു പ്രതീക്ഷ. അപ്പം ഈ ബജറ്റ് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെയാണ് പദ്ധതികൾ കേരളത്തിന് വേണ്ടി. ഈ 2 MP അവിടെ പോയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് എയിംസ് പോലത്തെ കാര്യങ്ങളൊക്കെ കേരളത്തിന് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പദ്ധതിയിൽ നടന്ന് കണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡ്രെയിൻ നല്ലതായിട്ട് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എല്ലാവരും മാറി പുറത്തുള്ള രാജ്യങ്ങളിൽ ബെറ്റർമെൻറ്റിന് വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരുന്നാലും യുവജനങ്ങൾ കേരളത്തിൽ കൺഫൈൻഡ് ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. മോദി സർക്കാർ വന്ന കുറയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. 10 വർഷം കൊണ്ട് മോദി സർക്കാർ ഫുള്ളായിട്ട് എടുത്തില്ല, അത് വേറെ ആയിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ ഈ UDF ആണെങ്കിലും LDF ആണെങ്കിലും കേന്ദ്രത്തിനോട് എല്ലാ വർഷവും ബജറ്റിൻ്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അതിൻ്റെ 4-1 പോലും കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് കേരളത്തിന് കിട്ടാറുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ചർച്ചയിലുള്ളതാണ് എയിംസ് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ കേരളത്തിന് കിട്ടിയിട്ടില്ല. ഈ ബജറ്റിലും കിട്ടാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. കിട്ടിയാൽ അത് വളരെ നല്ലത്.
അത് കിട്ടിയാൽ അത് രാഷ്ട്രീയപരമായിട്ട് മുതലെടുപ്പ് നടത്താൻ നമ്മളെ രാഷ്ട്രീയക്കാരും ഉണ്ടാവും എന്നുള്ളതും വേറൊരു കാര്യം. എനിക്ക് സംഭവം എന്തോ ഒരു പ്രതീക്ഷയില്ല. എംപ്ലോയ്മെന്റ് കൂടാനും ഫ്യൂവൽ പ്രൈസ് കുറയാനും നമുക്ക് ആഗ്രഹമുണ്ട്. നടന്നാൽ കൊള്ളാം. പെട്രോൾ മാത്രമല്ല, മൊത്തത്തിൽ ഒരു ജീവിത ചെലവ് കൂടുതലല്ലേ, അതൊക്കെ ഒന്ന് കുറച്ചുകൂടെ കൺട്രോൾ ആവുകയാണെങ്കിൽ അതിനുള്ള മെഷേഴ്സ് വന്നാൽ നല്ലതായിരിക്കും. റെയിൽവേ എന്തെങ്കിലും വരികയാണെങ്കിൽ, കാരണം എപ്പോഴും അതാണല്ലോ എല്ലാവരും പറയുന്നത്, റെയിൽവേ ഇവിടെ ട്രെയിനിന്റെ ഇപ്പം നമുക്ക് കുറച്ചുകൂടെ സർവീസസ് ആണെങ്കിലും ട്രെയിനിന്റെ എണ്ണം ആണെങ്കിലും ഒക്കെ കൂടുതൽ, ഇപ്പം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ വേളി ഇപ്പം കൺജസ്റ്റഡ് ആണല്ലോ, വേളിയും നിയമമൊക്കെ അവർ ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നല്ലതാണ്. ട്രെയിൻ സർവീസസ് കുറച്ചുകൂടെയൊക്കെ ഇപ്പം ഡെവലപ്ഡ് ആകുമ്പോൾ കൂടുതൽ സർവീസസ് ഉണ്ടാവും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ച് നമ്മൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പണ്ടതിനേക്കാളും ഭയങ്കര റേറ്റ് കൂടുതലാണ്. അതൊക്കെ കുറച്ചുകൂടെ നമുക്ക് എക്കണോമിക്കലായി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സ്ലാബ് മാറ്റാമല്ലോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എക്കണോമിക് സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ബിസിനസ്സിനൊക്കെ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ കാശ് അവർ പിടിക്കുന്ന മിഡിൽ ആവറേജ് നിൽക്കുന്ന ആൾക്കാരെയാണ്. അതായത് ഹൈ എൻഡ് ആൾക്കാരിൽ നിന്നോ ഈ ഭയങ്കരമായിട്ട് താഴെ കിടക്കുന്ന ആൾക്കാരിൽ നിന്നല്ല, ഈ ആവറേജ് ആയിട്ട് ലിവിങ് സ്റ്റൈലുള്ള ആൾക്കാരിൽ നിന്നാണ് കൂടുതൽ ടാക്സ് പിടിക്കുന്നത്. ആ ഒരു സ്ലാബ് കൂട്ടാൻ വേണ്ടി മാത്രമേ നമ്മളൊരു എക്സ്പെക്ടേഷൻ അവരൊന്ന് പ്രതീക്ഷിക്കുന്നു. അതാ ഒരു ഇത്. അല്ലാതെ വേറെ എന്തായിരുന്നാലും നമ്മൾ ഇനി എന്ത് എക്സ്പെക്ട് ചെയ്താലും അവരവരുടെ ബഡ്ജറ്റിലല്ലേ അത് ചെയ്യത്തുള്ളൂ. അതാ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്. പിന്നെ പെട്രോള് നമ്മൾ GST-ക്കകത്ത് കൊണ്ടുവന്നാൽ കൊള്ളായിരിക്കും. പ്രതീക്ഷിക്കാം എന്തെങ്കിലുമൊക്കെ.